ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ താരമായ ലാലേട്ടന്റെ ഏറ്റവും പുതിയതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി. കഴിഞ്ഞ 25 ദിവസങ്ങളിലും തിയേറ്ററുകളിലെ തരംഗമായി ഓടിക്കൊണ്ടിരുന്ന സിനിമയാണല്ലോ തുടരും എന്ന സിനിമ. ഇപ്പോഴത്തെ സിനിമയുടെ കൃത്യമായി 24 ദിവസത്തെ വേൾഡ് വൈഡ് കേരള കളക്ഷനും ഇന്നലെ 25ാം ദിവസത്തെ കളക്ഷൻ ഉൾപ്പെടെയുള്ള കളക്ഷനും ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 24 ദിവസങ്ങൾ കൊണ്ട് സിനിമ നേടിയെടുത്ത കളക്ഷൻ എന്ന പേരിൽ ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ച സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷന്റെ കാര്യത്തിൽ മാറ്റമില്ല. എന്നാൽ കേരള കളക്ഷന്റെ കാര്യത്തിൽ മാറ്റമുണ്ട്. 24 ദിവസത്തെ തുടരും കേരള ഗ്രോസ് എന്ന് പ്രതീക്ഷിച്ചത് 109 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 110 കോടി 20 ലക്ഷം രൂപയാണ് സിനിമ 24 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അപ്ഡേറ്റ് ആക്കപ്പെട്ട യഥാർത്ഥ കളക്ഷൻ പ്രകാരം സിനിമ വേറെ ലെവൽ കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നു. ഇനി 24 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ 222 കോടി കടന്നിരിക്കുകയാണ്. 222 കോടി 20 ലക്ഷം രൂപയാണ് 24 ദിവസത്തെ തുടരും വേൾഡ് വൈഡ് ഗ്രോസ്. കേരളത്തിൽ 110 കോടി 20 ലക്ഷവും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 19 കോടി 30 ലക്ഷവും ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്നും 92 കോടിയിലധികം കളക്ഷനാണ് നേടിയെടുത്തത്. അങ്ങനെയാണ് സിനിമയുടെ 24 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 222 കോടി കടന്നത്. ഇനി ഇന്നലത്തെ ഉൾപ്പെടെയുള്ള 25 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെയോടെ സിനിമ 223 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ടിരിക്കുകയാണ്. സിനിമയുടെ കേരള ഗ്രോസ് ഇന്നലെ 1 കോടി 30 ലക്ഷത്തിനടുത്ത് എത്തിയിരിക്കുന്നു. അങ്ങനെ 111 കോടി 50 ലക്ഷത്തോളം രൂപയാണ് 25 ദിവസങ്ങൾ കൊണ്ട് ലാലേട്ടൻ സിനിമ കേരളത്തിൽ മാത്രം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ചില പ്രമുഖ താരങ്ങളുടെ കരിയർ ബസ്റ്റിനേക്കാൾ വേറെ ലെവൽ കളക്ഷനാണ് ലാലേട്ടൻ നേടിയെടുത്തിരിക്കുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ. ഇതിനിടയിൽ സിനിമയുടെ കേരള ഷെയർ കൂടി പുറത്തു വരുമ്പോൾ അതും ഞെട്ടിക്കുന്നതായിട്ട് മാറിയിരിക്കുകയാണ്. സിനിമയുടെ കേരള ഇതുവരെയുള്ള ഷെയർ 47 കോടി പിന്നിട്ടിരിക്കുകയാണ്. അതായത് സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 10-20 കോടിയോളം രൂപ സിനിമ കേരളത്തിൽ നിന്നും മാത്രം ലാഭമുണ്ടാക്കിയിരിക്കുകയാണ്. കേരള ഷെയറിന് പുറമെ ഓവർസീസിൽ നിന്നും ഷെയർ, റെസ്റ്റ് ഓഫ് ഇന്ത്യ ഷെയർ, അതോടൊപ്പം തന്നെ സിനിമയുടെ മറ്റ് OTT സാറ്റലൈറ്റ് ബിസിനസ് കളക്ഷൻ എല്ലാം തന്നെ കൂട്ടി വരുമ്പോൾ ഏത് ലെവൽ ലാഭമുണ്ടാക്കുന്ന മലയാളം സിനിമയാണ് തുടരും എന്ത് ഏറെക്കുറെ ഇപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം. അങ്ങനെ മലയാളത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ താരമായ ലാലേട്ടന്റെ വലിയ ഷെയർ ലോകമെമ്പാട് നിന്നും നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് തുടരും മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള നേട്ടങ്ങളുടെ വാർത്തകൾ അറിയുവാനായിട്ട്.